നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ പ്രശ്നം ഇന്ന് സമരത്തിലെ ആധാരമായ പ്രശ്നം ഈ സെഷന്റെ ആദ്യ ദിവസം തന്നെ ചർച്ച ചെയ്യാം എന്നുള്ള നിലപാടാണ് ഭരണപക്ഷം സ്വീകരിച്ചത്. പക്ഷേ ഒരു നോട്ടീസ് പോലും നൽകാതെ ചർച്ച ഒഴിവാക്കാനുള്ള വഴികളാണ് ഇതുവരെ പ്രതിപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ബഹുമാനായ പാർലമെന്ററി കാര്യമന്ത്രി ഇവിടെയുണ്ട്. അപ്പോൾ ഇന്ന് അദ്ദേഹം സഭയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം വളരെ സമർത്ഥനായ ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പുറത്തു വന്നിട്ടും ആവർത്തിക്കേണ്ട ഹൈക്കോടതി ഞങ്ങളെ എല്ലാം കുറ്റപ്പെടുത്തിയത് SIT ആണ്. ഇത് ഞാനും അവിടെ വിശദീകരിച്ചു. പ്രതിപക്ഷം ഇറങ്ങിപ്പോയതിനു ശേഷം ബഹുമാനായ മുഖ്യമന്ത്രിയും വിശദീകരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്ന ഹൈക്കോടതി നിരീക്ഷണങ്ങൾ ജാമ്യാപേക്ഷ പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ മാത്രമാണ്. ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുള്ളത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ്. ആ ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശങ്ങളാണ് ഞാൻ നേരത്തെ അവിടെ വായിച്ചത്. അത് വളരെ കൃത്യമായി തന്നെ ഈ അന്വേഷണത്തിൽ പൂർണ്ണമായി തന്നെ സംതൃപ്തി രേഖപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അത് വീണ്ടും ഉദ്ധരിക്കേണ്ടതില്ലെങ്കിൽ പോലും എന്ന് മാത്രമല്ല അവർ കൃത്യമായി പറഞ്ഞു, ഈ SIT shall be conducted with the highest degree of discretion, integrity and confidentiality without divulging any information to the public or the media. അങ്ങേയറ്റം ഇന്റഗ്രിറ്റിയോട് കൂടിയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതാണ് മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ അഭിപ്രായം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിനൊന്നും അനങ്ങില്ല. സഭയിൽ ഈ പ്രശ്നം ഞാൻ ഉദ്ധരിച്ചപ്പോ അദ്ദേഹം എഴുന്നേറ്റപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് കാര്യങ്ങളെല്ലാം പഠിച്ച് അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായമായിരിക്കും അവിടെ പറയുക എന്നുള്ളതാണ്. എന്നാൽ ഈ പരാമർശങ്ങളെ കുറിച്ച് അദ്ദേഹം കേട്ട ഭാവം പോലും നടിച്ചില്ല. എന്ന് മാത്രമല്ല, ശരിക്കും പ്രതിപക്ഷത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രതിപക്ഷം എടുത്തു പറഞ്ഞില്ലെങ്കിലും തുടർച്ചയായിട്ട് അവിശ്വാസം രേഖപ്പെടുത്തുന്ന മറ്റ് സമ്മർദ്ദങ്ങൾക്ക് SIT വിധേയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് ഹൈക്കോടതി പറയുന്നത്. Despite such clear discretion, it is reported that the SIT is presently being subjected to unwarranted pressure by way of misleading, speculative and unfounded report. ഇപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഊഹാപോഹങ്ങളായി അടിസ്ഥാനരഹിതമായിട്ടുള്ള റിപ്പോർട്ടുകൾ വഴി SITയുടെ ഈ ശരിയായ അന്വേഷണത്തെ സമ്മർദ്ദത്തിലാഴ്ത്താൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ആരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സ്പെക്കുലേഷൻ, ഊഹാപോഹങ്ങൾ? ഒന്നുകിൽ ഒരു വിഭാഗം മാധ്യമങ്ങൾ, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്. ഇത് മാത്രമല്ലേ ഈ ഊഹാപോഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോ കോടതി പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് നിഴൽ പോലെ വ്യക്തമല്ലേ? ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോ പെട്ടെന്ന് തെരഞ്ഞുകൊണ്ട് കിട്ടിയില്ല. എന്നാൽ ഹിന്ദു പറയുമ്പോൾ നേരത്തെ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്, അതുകൊണ്ട് ഇവരുടെ മാത്രം കാണേണ്ടതില്ല. While talking to the reporters in Tirunelveli, leader of the opposition V.D. Satheesan alleged that officers were assigned by the CMO. Officers were assigned by the CMO. എന്നുവെച്ചാൽ CMO, ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് ഈ ടീമിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥർ exert intense pressure on the SIT that proves the case. He said, ഇതിനടുത്ത് ഭീഷണിയാണ്. The opposition was refraining from naming the officers. ഞങ്ങൾ ഇവരുടെ പേര് പറയുന്നതിൽ നിന്ന് ഇപ്പോ റിഫ്രൈൻ ചെയ്തിട്ട് ഇപ്പൊ പറയുന്നില്ല, വിട്ടുവെക്കുന്നു. കൺസേൺ ഓൺലി ഔട്ട് ഓഫ് പ്രൊപ്രൈറ്ററി ബട്ട് വാണ്ട് ദാറ്റ് മുന്നറിയിപ്പ് നൽകുകയാണ് ഉദ്യോഗസ്ഥർക്ക്. He would be compelled, എന്നുവെച്ചാൽ റിപ്പോർട്ടർ പറയുന്നത് പ്രതിപക്ഷ നേതാവ് LOP would be compelled to disclose their identities if they did not stop exerting pressure upon investigating officers. അപ്പൊ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ചും CM ഓഫീസിനകത്ത് പ്രഷറിനെ കുറിച്ചും പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ അന്വേഷണത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, the inclusion of 2 additional officers in the based on request made, it is stated that objections were raised from certain quarters casting aspiration on the integrity of the said officers. ഈ certain quarter ആരാ? നിങ്ങളോടെല്ലാം ഇത് പറഞ്ഞതാരാ?